ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക് പോകാം. നമ്മൾ 307 വകുപ്പിന്റെ കൂടുതൽ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ കുറച്ച് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് ഇത് എപ്പോഴും നമ്മൾ അപ്പോഴും തന്നെ അന്വേഷണം ചാർജ് ചെയ്ത് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് എപ്പോഴും അത് കോടതി ഇത് പരിഗണിക്കുമെന്നും കോടതി ഇത് ഒരു ആന്റിസിഡന്റ് ആയിട്ട് കാണുമെന്ന് നമുക്കറിയാൻ പറ്റും. അത് ചാർജ് ചെയ്തില്ലെങ്കിൽ പോലും അന്ന് കോടതി ഇത് മനസ്സിലാക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഇതിൽ പൂർണ്ണമായ സംതൃപ്തരാണ്. കാരണം പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരള പോലീസിനെ അഭിനന്ദിക്കുക കൂടി ചെയ്ത ഈ കേസിലേക്ക് നമുക്ക് വളരെയധികം അഭിമാനത്തോടെയാണ് ഈ കേസ് കാണുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് വന്നത്. തീർച്ചയായിട്ടും ദിവീഷ്, കാരണം പോലീസിന് കൃത്യമായി അഭിമാനിക്കാം. കാരണം എല്ലാ തെളിവുകളൊന്നും അവരുടെ കൈവെള്ളയിൽ ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷന്റെ മുമ്പിലേക്ക് കേസ് എത്തുമ്പോൾ ആദ്യം ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ പ്രതി, ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായി മാറിയ ക്രിമിനൽ ഗ്രീഷ്മയേതാ ഇപ്പോൾ പോലീസ് അകമ്പടിയിൽ കോടതിയുടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിർവികാരതയോടെയാണ് ഈ വധശിക്ഷ പ്രഖ്യാപനം ഗ്രീഷ്മ കേട്ടതെന്നാണ് കോടതി മുറിക്കുള്ളിൽ നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് നമുക്കറിയാം വധശിക്ഷയാണ്, പരോൾ പോലും ലഭിക്കില്ല. 39 പേര് നിലവിൽ കേരളത്തിലെ വിവിധ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നുണ്ട്. 2024 മെയ് മാസത്തിൽ ശാന്തകുമാരി കൊലക്കേസിൽ ഇതേ കോടതി, ഇതേ ജഡ്ജി തന്നെ റഫീഖ എന്ന വനിതയ്ക്കും വധശിക്ഷ വിധിച്ചിരുന്നു. അവരും ഇപ്പോൾ തിരുവനന്തപുരത്ത് ജയിലിൽ കഴിയുന്നു. ഇപ്പോൾ ഇതാ 1 വർഷം പിന്നിടുമ്പോൾ രണ്ടാമത്തെ കേസിലും നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് അടുത്ത വനിതയ്ക്കും വധശിക്ഷ വന്നിരിക്കുന്നു എന്നുള്ള അപൂർവത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. സ്വാഭാവികമായും ഇനിയും പരോൾ ലഭിക്കത്തില്ല. തുടർ നടപടികൾ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും ഗ്രീഷ്മ. എങ്കിൽ തന്നെയും ഇത്രയും കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല കേരളം. വധശിക്ഷ നടപ്പാക്കാതെ തന്നെയാണ് ഈ 40 പേർ ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നത്. അവരിൽ ഒരാളായിട്ട് ഗ്രീഷ്മയെ മാറിയിരിക്കുന്നു. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വിചാരണയായാലും അതോടൊപ്പം തന്നെ ഏകാന്തവാസവും എല്ലാമാണ് ഇനിയും ഗ്രീഷ്മ എന്ന വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ വധശിക്ഷാ പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ ഷബ്നം അലിയാണ്. അവർ 24 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവർ ആ കുറ്റകൃത്യം ചെയ്തത്. കൂട്ടക്കൊലപാതകമായിരുന്നു. അവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും അത് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. 1955 രത്തൻ ഭായ് ജെയിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. ആ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു വനിതയെ മാത്രമേ അങ്ങനെ തൂക്കിക്കൊന്നിട്ടുള്ളൂ. അതിനുശേഷം ശിക്ഷാവിധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നടപ്പിൽ വരുത്തിയിട്ടില്ല. ഷബ്നം അലി പിന്നീട് ഗർഭിണിയാവുകയും തുടർന്ന് ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിക്കൊണ്ടുപോവുകയുമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിൽ തന്നെ വനിത, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വനിതയായി കൂടി മാറുകയാണ് ഗ്രീഷ്മ. 24 വയസ്സാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് പ്രായം. അതായത് 21 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഇങ്ങനൊരു ക്രൂരമായ കൊലപാതകം ഗ്രീഷ്മ നടത്തുന്നത്. ഗ്രീഷ്മയെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കേസിൽ ഉൾപ്പെട്ട 111 ദിവസം ജാമ്യമില്ലാതെ കഴിഞ്ഞ ഗ്രീഷ്മ പിന്നീട് ഹൈക്കോടതിയിൽ പോയി ജാമ്യം ലഭിച്ച് പുറത്തുപോയി. 3 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ ഇതാ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കനത്ത പോലീസ് ബന്ദോബസ്തിൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയും ഗ്രീഷ്മ പുറം ലോകം കാണണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മേൽക്കോടതികളിലൊക്കെ പോയാൽ തന്നെയും ഒരു വിചാരണ കോടതിയുടെ അല്ലെങ്കിൽ പോലീസിൻ്റെ ആ വിധിന്യായത്തിന് മുകളിലേക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന എന്തെങ്കിലും തെളിവുകളോ മറ്റോ ഇനിയും ഉണ്ടായി വരുമോ എന്നുള്ളതോ. അതുമാത്രമല്ല, അപൂർവങ്ങളിൽ അപൂർവമായ കേസ് പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി വധശിക്ഷ വിധിക്കുന്നു. ആ വധശിക്ഷയെ മറികടക്കുവാൻ വേണ്ടി തുടർ നടപടികളുമായി ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് അഭിഭാഷകർ പോയാൽ തന്നെയും നമുക്ക് ഇതിനു മുമ്പുള്ള ചരിത്രം നോക്കാം. അതായത് കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ കേസിൽ അഭിമാനിക്കാം. അവരെല്ലാവരും കോൺസ്റ്റൻ്റായിട്ട് ഈ കേസ് മോണിറ്റർ ചെയ്തിരുന്നു. ഇത് കേരള പോലീസിൻ്റെ വിജയമാണ്, നമ്മുടെ ടീമിൻ്റെ ഒന്നാകെയുള്ളൊരു വിജയമാണ്. താങ്ക് യു. ഒരു ഘട്ടത്തിൽ പോലീസിന് തന്നെ സത്യത്തിൽ വിമർശനങ്ങൾ, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ തെളിവെടുക്കൽ സമയത്ത് ഗ്രീഷ്മയുമായി വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് അന്വേഷണം പോകുന്നതെന്നൊക്കെ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉയർന്ന ഒരു കേസ് കൂടിയാണ്. അതിലാണ് കോടതി പോലീസിനെ വളരെയധികം അഭിനന്ദിച്ചുകൊണ്ട് എങ്ങനെ സാഹചര്യ തെളിവുകളെ കൃത്യമായി കൂട്ടിയിണക്കി എന്നടക്കം പുതിയ കാലത്തിനനുസരിച്ച് ഈ കേസ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഗ്രീഷ്മയ്ക്കെതിരെയുള്ള ഒരു മൊഴിയൊന്നും ഷാരൂണിന്റെ ഭാഗത്തുനിന്ന് അന്ന് വരുന്നില്ല. ഈ കേസ് പെട്ടുമ്പോൾ കുടുംബം ഇത് ചെയ്തത് ഗ്രീഷ്മയാണെന്ന് പറയുമ്പോഴും അത്തരം ഒരു സമീപനം, മരണമൊഴിയോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് അച്ഛനെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഷാരോൺ പറയുന്നത്.